ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിനെ ജനങ്ങൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും അർഹമായ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് മന്ത്രി അവതരിപ്പിച്ചത്. കഴിഞ്ഞ ബഡ്ജറ്റിലെ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കിയതിന് മന്ത്രിയുടെ പ്രത്യേക അഭിനന്ദനവും വകുപ്പുകൾക്കുണ്ടായി. പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പുകളെ ബഡ്ജറ്റിന്റെ ആദ്യ ഊന്നലുകളിൽ ഉൾപ്പെടുത്തിയ ധനമന്ത്രിക്ക് അഭിനന്ദനങ്ങളും നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിനും മുൻതൂക്കം നൽകുന്ന വിപ്ലവകരമായ പ്രഖ്യാപനങ്ങളാണ് 2026-27 സംസ്ഥാന ബഡ്ജറ്റിലുള്ളത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഈ മേഖലയിൽ ഉണ്ടായ അത്ഭുതപൂർവമായ മുന്നേറ്റം തുടരുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഗുണഫലങ്ങൾ എല്ലാ കുട്ടികളിലും എത്തിക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പൊതുവിദ്യാഭ്യാസ വിഹിതം സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി 1128,71,00,000 രൂപ വകയിരുത്തി. കിഫി വഴി ഇതിനോടകം 2,565 കോടി രൂപ ഈ മേഖലയിൽ ചെലവഴിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ 1 മുതൽ 12 വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കുമായി പുതിയ അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിനായി 15 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി വിദ്യാഭ്യാസം രാജ്യത്ത് ആദ്യമായി സ്കൂൾ പാഠ്യപദ്ധതി നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തി. ഇതിനോടകം വിതരണം ചെയ്ത 9,000 റോബോട്ടിക് കിറ്റുകൾക്ക് പുറമെ 20,000 അധിക റോബോട്ടിക് കിറ്റുകൾ കൂടി സ്കൂളുകൾക്ക് വിതരണം ചെയ്യും. IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കായി സൈറ്റിന് 38,50,00,000 രൂപ അനുവദിച്ചു. ഉച്ചഭക്ഷണ പദ്ധതി കേന്ദ്ര വിഹിതം അപര്യാപ്തമായ സാഹചര്യത്തിലും സംസ്ഥാന സർക്കാർ പദ്ധതി ഏറ്റെടുക്കുന്നു. സംസ്ഥാന വിഹിതമായ 150 കോടി രൂപയ്ക്ക് പുറമെ 260,66,00,000 രൂപ കൂടി അധികമായി വകയിരുത്തുകയാണ്. ആകെ 410,66,00,000 രൂപ ഉച്ചഭക്ഷണത്തിനും അനുബന്ധ പോഷകാഹാരത്തിനുമായി ചെലവഴിക്കും. സൗജന്യ യൂണിഫോം എയ്ഡഡ് LP, സർക്കാർ UP സ്കൂളുകളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും 2 ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകും. ഇതിനായി കൈത്തറി ഡയറക്ടറേറ്റിന്റെ 70 കോടി രൂപ ഉൾപ്പെടെ ആകെ 150,34,00,000 രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം പ്രൈമറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ വികസനത്തിനായി 167 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. തടസ്സരഹിത വിദ്യാലയങ്ങൾ പദ്ധതിക്കായി 11 കോടി രൂപ, സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് 42 കോടി രൂപ, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് 7,40,00,000 രൂപ, ഗോത്ര മേഖലയിലെ വിദ്യാഭ്യാസത്തിന് സ്പെഷ്യൽ എൻട്രീച്ച്മെന്റ് പദ്ധതി, ഗോത്ര മേഖലയിലെ സ്കൂളുകളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ ആരംഭിച്ച സ്പെഷ്യൽ എൻട്രീച്ച്മെന്റ് പദ്ധതി കൂടുതൽ വിപുലീകരിക്കും. 50 പട്ടികവർഗ വിദ്യാർത്ഥികളെങ്കിലുമുള്ള 340 സ്കൂളുകളിലേക്കും 100 പട്ടികജാതി വിദ്യാർത്ഥികൾ ഉള്ള 300 സ്കൂളുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. ഇതിനായി 60 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾക്കുള്ള സഹായമായി 62 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റലി ചലഞ്ചിന് 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്കായി 56 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. അധ്യാപക ശാക്തീകരണത്തിനായി 10 കോടി രൂപ, സ്കൂൾ പാചക തൊഴിലാളികളുടെ 25 രൂപയുടെ വർധനവ്, പ്രീ പ്രൈമറി അധ്യാപകർ ഇവരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപ വർധനവ്, സ്കോളർഷിപ്പുകൾ ഹയർ സെക്കൻഡറി VHSC തലത്തിൽ BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായ സ്കോളർഷിപ്പിന് 7,90,00,000 രൂപ നീക്കിവച്ചിട്ടുണ്ട്. സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങൾക്കായി 20,20,00,000 രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ കരുത്തുറ്റതാകും. ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് ലോക നിലവാരമുള്ള സൗകര്യങ്ങളും സുരക്ഷമായ ഭാവി ഉറപ്പാക്കുവാൻ സർക്കാർ എന്നും മുൻപന്തിയിൽ ഉണ്ടാകും. ഇൻഷുറൻസ് പദ്ധതി നമ്മൾ ഹോംവർക്ക് ചെയ്ത് വെച്ചിരിക്കുക. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മറ്റൊരു വിപ്ലവകരമായ ചുവടുവയ്പ്പിന് കൂടി സർക്കാർ തുറക്കമിടുകയാണ്. സംസ്ഥാനത്തെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന 43 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ അപകട ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി 2026-27 സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിന് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയൊരു ആശ്വാസമാകുന്ന പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നതാണ്. അപകടം മൂലം വിദ്യാർത്ഥി മരണപ്പെട്ടാൽ കുടുംബത്തിന് 3 ലക്ഷം രൂപ ഒറ്റത്തുകയായി നൽകും. അപകടത്തെ പൂർണ്ണമായി വൈകല്യം സംഭവിക്കുന്ന സാഹചര്യത്തിൽ 3 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭ്യമാകും. അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചാൽ ചികിത്സാ സഹായമായി IP 75,000 രൂപ വരെ ചികിത്സാ ചെലവ് ലഭിക്കും. OP സഹായം, അസ്ഥിവിഭാഗം, അസ്ഥിഭംഗം, വൈദ്യുത ആഘാതം, പൊള്ളൽ, മൃഗങ്ങളുടെയോ പാമ്പിന്റെയോ കടിയേറ്റുള്ള പരിക്കുകൾ, ഭക്ഷ്യവിഷബാധ തുടങ്ങിയവയ്ക്കും 5,000 രൂപ വരെ OP ചികിത്സാ സഹായം ലഭിക്കും. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പ്രീമിയം തുക മുഴുവനായും സർക്കാർ വഹിക്കുന്നു എന്നതാണ്. വിദ്യാർത്ഥികളിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ 1 രൂപ പോലും ഇതിനായി ഈടാക്കുന്നില്ല. ഇതിനായി ഈ ബഡ്ജറ്റിൽ 15 കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതി നടപ്പാക്കാൻ പൂർണ്ണസജ്ജമാണ്. കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സർക്കാർ ഏജൻസികളുടെ മേൽനോട്ടത്തിനായതിനാൽ ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കാനും സേവന നിലവാരം ഉറപ്പാക്കുവാൻ സാധിക്കും. സാമ്പത്തിക പരാധീനതകൾ മൂലം ചികിത്സ മുടങ്ങുന്ന സാഹചര്യം ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകരുത് എന്ന സർക്കാരിന്റെ സാമൂഹ്യ നീതിയിലൂന്നിയ കാഴ്ചപ്പാടാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. വിദ്യാഭ്യാസ സുരക്ഷയിലും കുട്ടികളുടെ ക്ഷേമത്തിലും കേരളം നടത്തുന്ന ഈ ഇടപെടൽ ഇതര സംസ്ഥാനങ്ങൾക്ക് വലിയൊരു പാഠമായിരിക്കും, മാതൃകയായിരിക്കും. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ക്ഷേമത്തിന് യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന മികച്ച പ്രഖ്യാപനങ്ങളാണ് 2026-27 ബഡ്ജറ്റിലുള്ളത്. നിയന്ത്രണങ്ങൾക്കിടയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും താഴെത്തട്ടിലുള്ള സേവന പ്രവർത്തനങ്ങൾക്കും അസംഘടിത തൊഴിലാളികൾക്കും വലിയ പിന്തുണയാണ് ബഡ്ജറ്റ് ഉറപ്പാക്കുന്നത്. ഓണററി വേതന വർധനവ്. വിവിധ മേഖലകളിലെ ഗ്രാസ് റൂട്ട് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ബഡ്ജറ്റിൽ വേതന വർധന പ്രഖ്യാപിച്ചു. അംഗനവാടി ആശാ വർക്കർ ഇവരുടെ പ്രതിമാസ ഓണററി 1000 രൂപയുടെ വർധന പ്രഖ്യാപിച്ചു. അംഗനവാടി ഹെൽപ്പർ പ്രതിമാസ ഓണററി 500 രൂപ പ്രഖ്യാപിച്ചു. പ്രീ പ്രൈമറി അധ്യാപകർ, സാക്ഷരതാ മിഷൻ പ്രേരകർ ഇവരുടെ വേതനത്തിൽ പ്രതിമാസം 1000 രൂപ വർധനവ്. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് 25 രൂപയുടെ വർധനവ്. ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ്. യുവജനങ്ങൾക്കിടയിലെ തൊഴിലായി പരിഹരിക്കുന്നതിന് അവർക്ക് പരിശീലനം നൽകുന്നതിനുമായി പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചു. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് 18-നും 30-നും ഇടയിൽ പ്രായമുള്ള അഭ്യസനത്തിനായ തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് പരിശീലന കാലയളവിൽ പ്രതിമാസം 1000 രൂപ ലഭിക്കും. ഇതിനായി 400 കോടി രൂപ നീക്കിവെച്ചു. കർമ്മചാരി സ്കീം വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിൽ കൂടി ലഭ്യമാക്കുന്നതിന് തൊഴിലുടമകളുമായി സഹകരിച്ചുള്ള പുതിയ പദ്ധതിയാണിത്. വിദേശ തൊഴിലവസരങ്ങൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഡ്യുവൽ വൊക്കേഷണൽ ട്രെയിനിങ്ങിനായി 500ഓളം വിദ്യാർത്ഥികളെ അയക്കും. ഇതിനായി ഇൻഡോ ജർമ്മൻ ട്രെയിനിങ് ഫെയർ ഫെബ്രുവരി നടത്തും. നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ചാലയിൽ 45 കോടി രൂപ ചെലവിൽ സ്കീമിൽ കോംപ്ലക്സ് മാർച്ച് അവസാനത്തോടെ ഉദ്ഘാടനം ചെയ്യും. കൊല്ലം കുന്നിനകത്ത്, ചാല എന്ന് പറഞ്ഞ നിയമമണ്ഡലത്തിലാണ്, കൊല്ലം കുന്നിനകത്ത് മോഡൽ കരിയർ സെന്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും മികച്ച സുരക്ഷ ഉറപ്പാക്കാൻ പദ്ധതികൾ. അപകട ഇൻഷുറൻസ് വേതന സംരക്ഷണ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് ലഭിക്കും. ഇതിലേക്കുള്ള തൊഴിലാളി വിഹിതം പ്രതിവർഷം 150 രൂപ മാത്രമായിരിക്കും. ഗിഗ് തൊഴിലാളികൾക്ക് ഡെലിവറി ആപ്പുകൾ വഴി ജോലി ചെയ്യുന്ന ഗിഗ് തൊഴിലാളികളുടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അവരെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിക്കും. ഇതിനായി 20 കോടി രൂപ. ഫാക്ടറി തൊഴിലാളികൾക്കായി ആപ്പ്. ഫാക്ടറി തൊഴിലാളികൾക്ക് പരാതികൾ നൽകുന്നതിനായി 12 ഭാഷകളിൽ പ്രവർത്തിക്കുന്ന പുതിയ മൊബൈൽ ആപ്പ് ഫെബ്രുവരി 3-ാം വാരത്തോട് പുറത്തിറക്കും. തൊഴിലുറപ്പ് പദ്ധതി. കേന്ദ്ര വിഹിതം കുറഞ്ഞ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതി 1000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. മോട്ടോർ തൊഴിലാളി ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി മോട്ടോർ തൊഴിലാളികൾക്ക് പ്രത്യേക ലോൺ സ്കീം ഫെബ്രുവരിയിൽ ആരംഭിക്കും. ITI നവീകരണം. സംസ്ഥാനത്തെ ITIകൾ നവീകരിക്കുന്നതിനായി 482 കോടി രൂപയുടെ പദ്ധതി മാർച്ച് മാസത്തിൽ ആരംഭിക്കും. വർക്കല, കണ്ണൂർ, പെരിങ്ങോം, കാസർഗോഡ്, കുട്ടിക്കോൾ, കോഴിക്കോട്, പണിയൂർ ITIകൾക്കായി പുതിയ കെട്ടിടങ്ങൾ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യും. സിൽവർ ഇക്കോണമി. മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക സേവനങ്ങൾ ഒരുക്കുന്നതിലൂടെ ഈ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വെടിഞ്ഞിറ പോർട്ട് അധിഷ്ഠിതമായ വ്യാവസായിക മേഖലകൾ വികസിപ്പിക്കുന്നതിലൂടെ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. തൊഴിലാളികളുടെ ക്ഷേമത്തിനും നൈപുണ്യ വികസനത്തിനും മുൻതൂക്കം നൽകുന്ന ഈ ബഡ്ജറ്റ് കേരളത്തിലെ തൊഴിൽ മേഖലയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുന്നതാണ്.
നിയമമണ്ഡലത്തിന് ഒരു നല്ല പരിഗണന ലഭിക്കുന്നുണ്ട്. ആകെ 24 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിക്കുകയുണ്ടായി. പാപ്പനംകോട് ബിഷപ്പൻ റോഡിന്റെ വികസനത്തിനായി രണ്ടാം ഘട്ടമായി മുൻ വർഷം അനുവദിച്ച 3 കോടി രൂപയ്ക്ക് പുറമെ രണ്ടാം ഘട്ടമായി 10 കോടി രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബിഷപ്പൻ റോഡിന് വേണ്ടി ഇപ്പോൾ 13 കോടി രൂപയുണ്ട്. ചാല ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി 1,85,00,000 രൂപയും കുളത്തറ കാലടി സൗത്ത് റോഡ് 2 കോടി രൂപയും ആറ്റുകാൽ ബണ്ട് റോഡിൽ കട്ടയ്ക്കൽ ഭാഗത്ത് പുതിയ പാലം നിർമ്മിക്കുന്നതിനായി 1.5 കോടി രൂപയും തൃക്കണ്ണാപുരം കരിങ്കാളി ക്ഷേത്ര റോഡ് നിർമ്മാണത്തിന് 1 കോടി രൂപയും കരമന പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയും മണക്കാട് പെരുന്നെല്ലി MLA റോഡ് നവീകരിക്കുന്നതിന് 1 കോടി രൂപയും തൃക്കണ്ണാപുരം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ വികസനത്തിന് 3 കോടി രൂപയും വെള്ളയാണി നോർത്ത് ബ്രാഞ്ച് ചാനലിൽ പാർശ്വഭിത്തി നിർമ്മാണം കവറിംഗ് സ്ലാബും 1,60,00,000 രൂപയും അനുവദിക്കുകയുണ്ടായി. അപ്പൊ അത് 24 കോടി രൂപ. ഇതാണുള്ളത്. ഞാൻ വളരെ ഹാപ്പിയാണ്. 2-3 ദിവസമായിട്ട് വളരെ ഹാപ്പിയിലാണ്. നമ്മുടെ പ്രൊപ്പോസൽ ഈ വർഷം തന്നെ നമുക്ക് നടപ്പിലാക്കാം. ഇനിയിപ്പോ സമയം ഉണ്ടാകാൻ നോക്കുന്നുണ്ട്. പാസ്സാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ പാസ്സാക്കണതിനിപ്പോ പാസ്സാക്കണ എന്നാ 2-3 ദിവസം പാസ്സാവുമല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ 3 ലക്ഷം രൂപ എന്തെങ്കിലും അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ, ഗുരുതരമായ അപകടമാണെങ്കിൽ അതും 3 ലക്ഷം രൂപ. പിന്നെ OP ചികിത്സയ്ക്ക് ഇത് നമ്മളിത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികളായിട്ട് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളെന്ന് അറിയിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. ചർച്ച നടത്തി. പിന്നെ ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് കമ്പനി ഉണ്ടല്ലോ, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്, അവരുമായി ചർച്ച നടത്തി. ബാലകോളനെ കൂടെ പങ്കെടുപ്പിച്ചൊരു ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പിന്നെ അതെ 43 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏഴെട്ടും ഗവൺമെന്റ് അണ്ണായിട്ട് കിട്ടും. എന്താണ് അത് പ്രശ്നം വെച്ചാൽ പൂച്ചയെ പോലും പ്രസവിക്കാൻ സാധിക്കില്ല. ഇങ്ങനൊരു പ്രതിപക്ഷം അതാണുണ്ട്. പൂച്ചയെ പ്രസവിക്കുന്നതിന് ഇത്ര ആക്ഷേപിക്കാതിരിക്കുന്നു. ഇത്തരമുള്ള പ്രയോഗങ്ങളാണ് ഇയാളുടെ നിലവാരം ദിനം പ്രതി താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, ഇതൊരു ഏറ്റവും ജനങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത് പിന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റ് ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ശമ്പളം മുടങ്ങിയിട്ടില്ല, പെൻഷൻ മുടങ്ങിയിട്ടില്ല, ദൈനംദിന കാര്യങ്ങൾ മുടങ്ങിയിട്ടില്ല, വികസന പ്രവർത്തനം മുടങ്ങിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് പാഠപുസ്തക പ്രിന്റിങ്ങും ഉച്ചഭക്ഷണം അടക്കമുള്ള കാശ് പറ്റി തരാതിരുന്നിട്ട് പോലും അതും മുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യവും മുടങ്ങിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതിന് ആശയം ഉന്നയിക്കുന്നത്? 2 മണിക്കൂർ എടുത്തു. ഇത് 2 അല്ല, 9, 10, 11, 3 മണിക്കൂർ എടുത്ത് ഈ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരുന്ന് അസ്വസ്ഥനാവുന്ന കണ്ടു. പുറകോട്ട് തിരിയുന്നു, മുന്നോട്ട് തിരിയുന്നു, ഇടത്തോട്ട് തിരിയുന്നു, വലത്തോട്ട് തിരിയുന്ന അസ്വസ്ഥനാവുന്നതായിട്ട് കണ്ടു. വേറെ ആരും പിന്നെ നന്നാവുന്ന അദ്ദേഹത്തിന് കണ്ടേക്കില്ല. ഞാൻ ചോദിച്ചിട്ട് പിന്നെ ഈ ഖജനാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വേറൊന്നും ചെയ്യണ്ട, അദ്ദേഹം സഞ്ചരിക്കുന്ന കാറ് മാത്രം നോക്കിയാൽ. ഇത് ഒരു ദിവസം പോലും പെട്രോൾ പിന്നെ അടിക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടായില്ലല്ലോ. അദ്ദേഹത്തിന്റെ TNDക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, അദ്ദേഹത്തിന്റെ ശമ്പളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, അപ്പൊ അദ്ദേഹത്തിന്റെ ശമ്പളത്തിനോ അദ്ദേഹത്തിന്റെ TNDക്കോ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ, പൈസ ഇല്ലാത്തതിന്റെ പേര് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖജനാവ് കാര്യമാണെന്ന് പറയും. ഇതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഒരു മിനിറ്റെങ്കിലും പിന്നെ ട്രഷറി അടച്ചു പൂട്ടിയിട്ടുണ്ടോ? 1 മിനിറ്റെങ്കിലും.
UDF കാലഘട്ടത്തിൽ എത്രയും പ്രാവശ്യം ട്രഷറി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പൂർണ്ണമായും ഈ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ നടപ്പിലാക്കും. അതല്ലേ ഞാൻ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ധൈര്യത്തോടുകൂടി ഇവിടെ പറയാൻ വേണ്ടി കാരണം. അതേസമയത്ത് UDF സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ഈ ബഡ്ജറ്റ് ഞങ്ങൾ അവതരിപ്പിച്ച് ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഞാൻ ഓർമ്മപ്പെടുത്താനുള്ളത്, രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടേ തന്നെ KPCCയുടെയും UDFൻ്റെയും യോഗം കൂടി മന്ത്രിമാരുടെ വകുപ്പ് വിഭജിച്ച് ഓരോ മന്ത്രിമാർക്കും കൊടുത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു ഏകദേശം ധാരണയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് ആരംഭിച്ച് ഒന്നാം പിണറായി ഗവൺമെൻറ്റിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതേ അനുഭവം തന്നെ ആയിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റ്, അതിൽ പറയുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങേക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ തന്നെ അത് നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങ് അതിനുവേണ്ടി ഉണ്ടാക്കണ്ട എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി 4 പേര് ട്രെയിനിങ് നടത്തുകയാണ്. മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി 4 പേർ ട്രെയിനിങ് നടത്തുന്നു. ഇന്നിപ്പോൾ ഒരാളും കൂടെ രംഗത്ത് വന്നിട്ടുണ്ട്, സുധാകരൻ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാണ്. പിന്നെ പല KPCC പ്രസിഡന്റ് സുധാകരൻ. അപ്പോൾ ഇപ്പം 4-5 പേരായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ 4-5 പേര് ട്രെയിനിങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഈ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പോകുന്നേയില്ല എന്നുള്ള കാര്യം പറയുന്നു. ഓരോ ദിവസം കഴിയുന്നതോടും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിച്ഛായ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരികയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ അദ്ദേഹം നോക്കാൻ ഒരു സമയക്കുറവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ കൊണ്ടെങ്കിലും സോഷ്യൽ മീഡിയ നോക്കി, മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലും നോക്കണം എന്തൊക്കെയാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഞാനെന്നും അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാടെല്ലാം സ്വീകരിക്കും. ഞാനാകെ പറഞ്ഞെന്താ, ഞാൻ പറഞ്ഞു എൻ്റെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു. ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരാളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയാൻ പാടില്ലെന്ന് എന്ത് ന്യായമാണ്? ഒരു വിഷയം നമ്മളെ മുന്നിൽ ഇരിക്കുന്നു, അത് സംസ്ഥാന വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പോലീസിൻ്റെ ഉന്നത സംഘം കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്നു. അത് സെന്റിമെന്റലായിട്ടുള്ള വികാരപരമായിട്ടുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ടു എന്ന് പത്രങ്ങളിലൊക്കെ വന്നവരെ ഒന്ന് കാര്യം എന്താണെന്നൊന്ന് അന്വേഷിക്കുക. എന്തിനാണ് പോറ്റി ഇവിടെ വന്നത് മാഡം? എന്തിനാണ് ഈ പോറ്റിൻ്റെ അർത്ഥം നമ്മുടെ ആളുടെ വരുന്ന ഗോവർദ്ധന ബെല്ലാരിയിലെ കച്ചവടക്കാരൻ വന്നത്? അത് ബെല്ലാരിയിൽ MP ആയിരുന്നു സോണിയാഗാന്ധി. അതേപോലെ തന്നെ മറ്റൊരു കുറ്റവാളിയാണ് പോറ്റി, പിന്നെ ഗോവർദ്ധനൻ, മുരാരി. അങ്ങനെ 2-3 പേര് വന്നല്ലോ. അത് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചൂടെന്ന് മാത്രമേ ചോദിച്ചോളൂ. എന്തിനാണ് വന്നത് അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ല എന്ന് വിചാരിച്ചിട്ട് വായിത്തോന്നിനെ മുഴുവൻ വിളിച്ചിട്ട് എനിക്കെതിരായിട്ട് പറഞ്ഞിട്ട് ഞാനും പിൻവലിക്കാന്ന് പറയുന്നതിൽ എന്താ ന്യായമുള്ളത്? അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സംഘിക്കുട്ടി എന്ന് പറഞ്ഞത് കേരളത്തിലെ ചരിത്രം നേതാക്കന്മാരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം സംഘിക്കുട്ടി ആരാണെന്നുള്ളത്. ഞാൻ എക്കാലത്ത് RSSനെതിരായിട്ട് ശക്തമായി ധീരമായി ഫൈറ്റ് ചെയ്ത് തന്നെ വന്നിട്ടുള്ളത്. എൻ്റെ കുടുംബ വീട് ചെറുവയ്ക്കൽ 1 വർഷക്കാലം പോലീസ് വലയത്തിലായിരുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നു. അവിടെ അതിൽ മരിച്ചത് RSS അനുഭാവിയാണ്. അങ്ങനെ നിരവധി സംഭവങ്ങൾ RSSനെതിരായിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. എല്ലാ രംഗത്തും കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് നമ്മുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. ശ്രീ സതീശ് അങ്ങനെയാണോ? അങ്ങനെയാണ് അങ്ങ് അത്രമാത്രം വാശിയിൽ RSSനെതിരായിട്ടും BJPക്കെതിരായിട്ടും ഫൈറ്ററാണെന്ന് സ്വയം വിശേഷിപ്പിച്ചു.
സ്വയം വിശേഷിപ്പിച്ചത്. നാട്ടുകാരും കൂടെ പറയണമല്ലോ ഇയാൾ RSSനായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണെന്ന്. സ്വയം വിശേഷിപ്പിച്ചത് അങ്ങയോട് ഞാൻ വിനയത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി BJPയുടെ അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന് പറയുന്നത് നേമമാണ്. നേമത്താണ് BJPയുടെ അക്കൗണ്ട് തുറന്നത്. ഇപ്പോഴും നേമമാണ് അവർ ഒന്നാമത്തെ A ഗ്രേഡ് ഏറ്റവും കാണുന്നത് നേമമാണ്. അദ്ദേഹം നേമത്ത് നിന്ന് മത്സരിക്കുന്നതിന് വേണ്ട ഒരു നിലപാട് സ്വീകരിച്ചാൽ ഏറ്റവും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ BJPക്കെതിരായിട്ടുള്ള RSSനായിട്ടുള്ള ഫൈറ്റ് വളരെ ശക്തമായി ഞാൻ തുടരുകയാണെന്ന് അത് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം നേമത്ത് വന്ന് മത്സരിക്കുക, അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വെല്ലുവിളിയൊന്നുമല്ല, അപേക്ഷയാണ്. കാരണം എനിക്കും BJPയോടെ തോൽപ്പിച്ച് കാണണമെന്ന് നല്ല ആഗ്രഹം ഉള്ളതെന്നാണ് ഞാൻ ഈ പറയുന്നത്. സോണിയാഗാന്ധിക്ക് ചോദ്യം ചെയ്യണം, റെയ്ഡ് നടത്തണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും താങ്കൾ പറഞ്ഞത് പിൻവലിക്കണമെന്നാണ്. എങ്കിൽ പരാമർശങ്ങൾ പിൻവലിക്കും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടി ഞാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്ക് മാന്യതയില്ലാത്തതും വ്യക്തിപരമായി മനസാക്ഷിയില്ലാത്തതും നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്തതും എനിക്ക് മുകളിൽ വേറെ ആരുമില്ല എന്നുള്ള ഭാവം അത് കുറച്ച് ദിവസമേ കേരളത്തിലെ ജനങ്ങൾ സഹിക്കും. അല്ല, അവര് അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അത് വെറും സ്വപ്നം മാത്രം. ഈ ബഡ്ജറ്റ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇനിയിപ്പോ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു, പാസ്സാക്കും. കുറേ കാര്യങ്ങൾ ഈ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കും. ബാക്കി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് വന്ന ശേഷം ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അഡീഷണൽ ബഡ്ജറ്റ് വേണമെങ്കിൽ അപ്പോഴും ആലോചിക്കും. പ്രതിപക്ഷം പ്രത്യക്ഷമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയങ്ങൾ വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കുന്ന നിലപാടിലെടുക്കുന്നത്. ഇന്ന് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലെ MP-മാരും MLA-മാരും പ്രതിപക്ഷ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ആ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ നമ്മളിവിടെ ഈ സംസ്ഥാന ഗവൺമെന്റിനെ എങ്ങനെ കൊല്ലാം, കഴുത്ത് ഞെരിച്ച് കൊല്ലാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവായി കിട്ടണം എന്നുള്ളതാണ്. പ്രതിപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം കേരള ഗവൺമെന്റ് എങ്ങനെ ഞെരുക്കാമെന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കുന്നതിനേക്കാൾ ശക്തിയായിട്ടാണ് UDF ഗവൺമെന്റ് വിചാരിക്കുന്നത്. പക്ഷെ അതിനെല്ലാം ഈ UDFന്റെ ഒരു എതിർപ്പിനെയും കേന്ദ്ര BJP ഗവൺമെന്റ് എതിർപ്പിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഈ കഴിഞ്ഞ 5 വർഷവും കേരളം ഭരിച്ചത്. ഒരു കുറവും ഒന്നിനും ഉണ്ടായിട്ടില്ല. അത് ഏത് രംഗമായിരുന്നാലും ഇന്ത്യക്ക് മാതൃകയാണ്. അതെല്ലാം സമ്പത്തില്ലാതെ ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കഴിയില്ലല്ലോ. ഏതെങ്കിലും ഒരു കാര്യത്തിന് മാധ്യമങ്ങൾ പറയട്ടെ, ഇന്ന കാര്യം സമ്പത്തില്ലാത്തതുകൊണ്ട് കുറച്ചു എന്ന് പറയട്ടെ. ഒരു കാര്യവും ഒരു കുറവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി. ആരും ഞങ്ങളോട് ചോദിക്കുന്നില്ല എന്തേ നിങ്ങൾ ഇന്നത് നടപ്പിലാക്കാത്തത് എന്നാരും ചോദിക്കുന്നില്ല. ഇനി അടുത്ത ആഴ്ച സ്കൂളിനടുത്ത പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി, ലാസ്റ്റ് പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി 2-3 മാസമുണ്ട്. പുതിയ പാഠപുസ്തകം കൊടുക്കണം കുട്ടികൾക്ക്. അതാണ് എല്ലാ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഈ UDFും ചില മാധ്യമങ്ങൾ വിചാരിച്ചാലൊന്നും അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല. അതിന്റെ തെളിവാണ് 2ാം പിണറായി ഗവൺമെന്റ് ആണെന്ന് അവർ നല്ല ഓർമ്മ. പൂച്ചയെ കുറ്റം എന്ന് പറയണ്ട, പൂച്ച പ്രസവിച്ച് അത് അവിടെ ജീവിച്ചോട്ടെ. അതിനെ ശല്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല.
ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പിന്നെ പറയേണ്ടത് ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം? പൂച്ച പ്രസവിച്ചിറക്കുന്നതിനോടാണ് ഉപമ പറയേണ്ടത് ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ. പൂച്ച പ്രസവിച്ചോട്ടെ, അതിനിപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പ്രസവിക്കാതിരിക്കാൻ പറ്റുമായിരുന്നു. എല്ലാവരും തീരുമാനമായിട്ടില്ല. അല്ല, അദ്ദേഹം BJPക്കും RSSനും തരത്തിലുള്ള വലിയ ഫൈറ്ററാണല്ലോ. കേരളത്തിൽ കേരളത്തിൽ BJP ജയിച്ചിട്ടുള്ള ഏക മണ്ഡലം നേമത്താണല്ലോ. അങ്ങനെയാണെങ്കിൽ നേമത്ത് നിന്ന് മത്സരിച്ച് BJPക്കെതിരായിട്ട് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹം തയ്യാറാവട്ടെ. ഞാൻ ഈ വർഷം തന്നെ നിങ്ങൾ നോക്കാം, ബഡ്ജറ്റ് പാസ്സാക്കിയാൽ ഉടനെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടുള്ള ഫയലൊക്കെ നീങ്ങി ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മുടെ ബാലഗോപാലും കൂടെ പങ്കെടുത്തുകൊണ്ട് തന്നെ 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ച നടത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ 2-3 നാഷണലൈസ്ഡ് ബാങ്കുകാർ സമീപിച്ചത് അവർ തയ്യാറുമായിരുന്നു. പക്ഷേ ഈ ഗവൺമെന്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസവും മറ്റു കാര്യങ്ങളും നടത്താൻ വേണ്ടി എളുപ്പം. പോരാടി വന്ന ആളാണ് താങ്കൾ എന്ന് താങ്കൾ പറയുമ്പോൾ UDF ചൂണ്ടിക്കാണിക്കുന്നത് PM ശ്രീയിൽ ഒപ്പുവെച്ച കാര്യമാണ്. PM ശ്രീയുടെ മുന്നണിയിലുള്ള സഖ്യകക്ഷിയെ പോലും വിശ്വാസത്തിലെടുക്കാൻ പോയി ഒപ്പുവെച്ച് PM ശ്രീയുടെ ഒപ്പിട്ട ആൾക്ക് എങ്ങനെയാണ് RSSനെതിരെയുള്ള പോരാട്ടം എന്ന് പറയാൻ പറ്റുന്നതാണ് പ്രതിപക്ഷം ചെയ്യുന്നത്? ഇത് പഴങ്കഥയാണ്. രണ്ടും രണ്ടാണ്. RSSന്റെ എതിരായിട്ടുള്ള എല്ലാ നിലയിലുള്ള ഒരു എതിർപ്പും പോരാട്ടം എന്ന് പറഞ്ഞ വേറൊരു രൂപത്തിലാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണഘടനാപരമായിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റുന്നത് രണ്ടാണ്. അതിപ്പോൾ എത്രയോ പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിന്നെ 1500 കോടി രൂപ കിട്ടാറുണ്ട്. PMC ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടിയല്ല, അത് ഒപ്പുവെച്ചത് SSKയുടെ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. അത് നമ്മളെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരു പ്രധാന കക്ഷിക്ക് തന്നെ അതിലത്തെ ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായി. അത് വേണ്ടെന്ന് തീരുമാനിച്ചു. ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി ഇതിന് സജീവമായ പ്രവർത്തനം ആരംഭിച്ചില്ല. അതൊക്കെ സത്യമാണല്ലോ. അതും ഈ ഫൈറ്റും തമ്മിൽ രണ്ടല്ലേ. NSS കുടിശ്ശിക കൊടുത്ത് തീരാറായി. ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കേണ്ടതല്ല. ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. 16 ക്ഷേമനിധി ബോർഡുണ്ട്. ആ 16 ക്ഷേമനിധി ബോർഡിലും ഈ പെൻഷനുണ്ട്, ഈ പ്രസവാനുകൂല്യമുണ്ട്, വിദ്യാഭ്യാസ ആനുകൂല്യമുണ്ട്, പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കേണ്ട കാശുണ്ട്. 15 ക്ഷേമനിധിയിൽ നന്നായി തന്നെ പോവുകയാണ്. ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിലെ മെമ്പർഷിപ്പ് അത്ഭുതകരമായ രൂപത്തിലാണ് മെമ്പർഷിപ്പിന്റെ വർധനമെന്ന് പറയുന്നത്. അതൊരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ നടത്തി അത് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടതൊന്നല്ല. എങ്കിൽ പോലും ഗവൺമെന്റ് അതൊന്ന് കുറച്ച് ആൾക്കാരെ കിട്ടിക്കോട്ടെന്ന് പറഞ്ഞ് മറ്റു ചില ബോർഡുകളിൽ നിന്ന് കുറെ കാശ് കടമെടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മോട്ടോർ തൊഴിലാളി യൂണിയനെല്ലാം സമ്പന്നമാണ്. അതുപോലെ ഹെഡ് ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സമ്പന്നമാണ്. അതാണ് ഈ ഇവിടെ പറഞ്ഞ ശരി തന്നെയാണ്, കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ ശരിയാണ്. ഇതാണ് അതിന്റെ ഒരു സ്ഥിതി. ഉണ്ടോ, ടാക്സി ഉണ്ട്, ഓട്ടോ ഉണ്ട്, ഡീറ്റെയിൽ ചിലപ്പോൾ ആയി കാണുമായിരിക്കും, എനിക്കറിയില്ല. ആണ് നമ്മളായിട്ട് ഇനി സംസാരിക്കുമായിരിക്കും. യൂണിയൻകാരോട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെ, ക്ഷേമനിധി അംഗങ്ങള് ഡീറ്റെയിൽസ് ഇല്ല. മറ്റേ ഈ ഗിഗ് വർക്കേഴ്സിന് എനിക്കറിയാം, കാരണം നമ്മുടെ കൊടുത്ത പ്രപ്പോസലാണ്. ഇൻഷുറൻസ് ഇല്ല, പക്ഷെ അവർക്ക്
ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഗിഗ് വർഗീസിന് അവർക്ക് കയറി ഒന്ന് നിൽക്കാൻ, ഈ പാവങ്ങൾ മുഴുവൻ ഈ വെയിലും കൊണ്ട് പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും നിർവഹിക്കാൻ നിർവാഹമില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നു. ഇപ്പം സ്ത്രീകളും ധാരാളം ഇതിൽ വന്നിട്ടുണ്ട്, വലിയ നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒന്ന് കയറി നിൽക്കാൻ, അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ, അവരെ വാഹനങ്ങളൊന്ന് അങ്ങനെ ഒരു മോഡലായിട്ട് കേരളത്തിൽ ഒരു തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഈ 3 സ്ഥലങ്ങളിൽ ഒരു പിന്നെ ഇങ്ങനെ വിശ്രമ കേന്ദ്രം കെട്ടുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഗിഗ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ആയിട്ട് ഉള്ള ഒരു ഓർഗനൈസേഷനായി മാറിയിട്ടുണ്ട്. തീർക്കും. അത് അവര് പിന്നെ നമ്മുടെ ഈ കലോത്സവങ്ങൾക്കൊക്കെ വന്നപ്പോഴും വന്ന ഒരു പരാതിയാണ്. അത് ഈ ഇതിലും കൂടെയാണ് അടയ്ക്കുന്നത്, നമ്മുടെ അയക്കുന്നത്. പിന്നെ ഈ അക്കൗണ്ടിന്റെ ചില പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കാം.